നിർമ്മാതാക്കളുടെ സംഘടനയിൽ കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പോരാടാൻ ഉറച്ച് സാന്ദ്ര തോമസ്. ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാളെ പത്രിക നൽകും. KFPയിലേത് തോൽവിയായി കാണുന്നില്ല. താൻ അപമാനിക്കപ്പെട്ടപ്പോൾ ഷേർഖ സന്ദീപ് ഒപ്പം നിന്നില്ല എന്നും വികാരാധീനയായി സാന്ദ്ര തോമസ് പറഞ്ഞു. ഇതും വിജയമായിട്ട് തന്നെ ഞാൻ കൂട്ടുകയാണ്. കാര്യം 10-25 വർഷമായിട്ടൊരു ലോബി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കെതിരെ ആകെ മൊത്തം 300 വോട്ടാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ ഇന്നലെ 265 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 110 വോട്ട് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സാന്ദ്രയുടെ തുടർ നീക്കങ്ങൾ എന്താണ്? ഫിലിം ചേംബറിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതെ, ഞാനതിൽ മത്സരിക്കുന്നുണ്ട്. ഏത് സ്ഥാനത്തേക്കായിരിക്കും? സ്ഥാനം എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ഇപ്പം നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം എന്തായാലും നാളെ നോമിനേഷൻ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ അതിലൊരു വ്യക്തി എന്ന് പറയുന്നത് ഷെർഗയാണ്. ഷെർഗ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ കമ്മിറ്റിയിലാണ് ഞാൻ പോയി അപമാനിതയായത്. അന്ന് ആ സ്ത്രീ എൻ്റെ ഒപ്പം നിന്നിട്ടില്ല. അപ്പം എങ്ങനെയാണ് മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീ അന്ന് എനിക്ക് അവരോട് ഇത്രയും വിഷമം തോന്നാനുള്ളൊരു കാര്യം, ഞാൻ അവിടെ അപമാനിക്കപ്പെടുമ്പോൾ ഞാൻ അവരെ ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കൂ എന്നുള്ള രീതിയിൽ. പക്ഷെ അവർ ചെയ്തില്ല, തല കുനിച്ചിരിക്കുകയാണ് ചെയ്തത്. ആ വ്യക്തി എങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കും?